പ്രിയമുള്ളവരെ നമസ്കാരം. വളരെയേറെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രേമലു എന്ന മലയാള സിനിമ 50 കോടി ക്ലബിലേക്ക് കടന്നു. ഒത്തിരി സൂപ്പർ താരങ്ങളുടെ സിനിമകളെ തൂക്കിയെറിഞ്ഞിട്ടാണ് പ്രേമലു ഈ വിജയം കൈവരിച്ചത്. 2024 ഫെബ്രുവരി ആയപ്പോഴേക്കും ഒത്തിരി മലയാള സിനിമകൾ റിലീസായി കഴിഞ്ഞു. അതിൽ മിക്ക സിനിമകളും വൻ വിജയങ്ങളുമാണ്. ലാലേട്ടൻ്റെ മലൈക്കോട്ട വാലിബൻ, മമ്മൂക്കയുടെ ഭ്രമയുഗം, ജയറാമിൻ്റെ എബ്രഹാം ഓസ്ലർ. പറഞ്ഞു വന്നപ്പോൾ ഈ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിൽ ചെറുതല്ലാത്തൊരു വേഷം മമ്മൂക്കയും ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നത് പ്രേമലു. നസ്ലിൻ, മമിത ബൈജു, അൽതാഫ് സലീം, അഖില ഭാർഗവൻ, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരുടെയൊക്കെ സമയം തെളിഞ്ഞ ഒരു സിനിമ കൂടിയാണ് പ്രേമലു. ഇപ്പോഴിതാ ആദ്യത്തെ 50 കോടി ക്ലബിൽ പ്രേമലു ഇടം പിടിക്കുകയും ചെയ്തു. മാത്രമല്ല 50 കോടി ക്ലബിൽ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ നടനായി നസ്ലീൻ. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രേമലു. 12.5 കോടി ബജറ്റിലാണ് സിനിമയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചിത്രത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ആഗോള ഗ്രോസ് കളക്ഷൻ 26 കോടിയായിരുന്നു. ഗിരീഷ് ഏടിയുടെ തന്നെ തണ്ണീർമത്തൻ ദിനങ്ങളുടെ ഫൈനൽ കളക്ഷനാണ് പ്രേമലു 13 ദിവസം കൊണ്ട് ബ്രേക്ക് ചെയ്തത്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനർ ആയിട്ടാണ് പ്രേക്ഷകർ ഈ സിനിമയെ ഏറ്റെടുത്തത്. വൈകാതെ തന്നെ മമ്മൂക്ക തകർത്താടിയ ഭ്രമയുഗവും 50 കോടി ക്ലബിലേക്ക് എത്തും. ട്രേഡ് അനലിസ്റ്റുകൾ അവരുടെ ട്വിറ്ററിലൂടെയാണ് മലയാളത്തിലെ 50 കോടി ക്ലബ്ബ് സിനിമകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സിനിമയാണ്. വെറും 4 ദിവസം കൊണ്ടാണ് ലൂസിഫർ 50 കോടി ക്ലബിലേക്ക് എത്തിയത്. അതിൽ രണ്ടാം സ്ഥാനം 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിലേക്ക് എത്തിയ ദുൽഖർ സൽമാൻ നായകനായി അഭിനയിച്ച കുറുപ്പ് എന്ന സിനിമയാണ്. മൂന്നാം സ്ഥാനം മമ്മൂക്കയുടെ ഭീഷ്മപുരമാണ്. ഭീഷ്മപുരം 6 ദിവസം കൊണ്ടും 2018 കണ്ണൂർ സ്കോഡ് എന്നീ സിനിമകൾ ഒരാഴ്ച കൊണ്ടും RDX 9 ദിവസം കൊണ്ടും 50 കോടി ക്ലബിലെത്തി. കായംകുളം കൊച്ചുണ്ണി, പുലിമുരുകൻ എന്നീ സിനിമകൾ 2 ആഴ്ച കൊണ്ടാണ് 50 കോടിയിലേക്ക് എത്തിയത്. ട്വിറ്ററിലും ഓൺലൈൻ പത്രങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഇതെല്ലാം. 50 കോടി ക്ലബിനെ കുറിച്ച് നിങ്ങളുടെ അറിവുകൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.